അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി മുസ്തഫ പറയുന്നത് അബൂ സുഫിയാനാണ് ബദറിലേക്ക് യുദ്ധം നയിച്ചിട്ടുള്ളതെന്ന്. ഇത് മറ്റൊരു കളവാണ്. കാരണം അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലാണ് മക്കയിലെ ആളുകൾ ഷാമിലേക്ക് കച്ചവട സംഘത്തെ അയച്ചത്. അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം ഷാമിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞത് മുതൽക്ക് അബൂ സുഫിയാൻ്റെ സംഘം എപ്പോഴാണ് തിരിച്ചു വരിക എന്നത് അന്വേഷിക്കാനുള്ള ശ്രമത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതറിയാനുള്ള ശ്രമത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അന്വേഷിക്കാൻ ശ്രമിച്ചത്? ഒരു കൂട്ടർ കച്ചവടം നടക്കുകയും സമ്പത്ത് സമ്പാദിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം വിലക്കുണ്ടോ? അവർ അമുസ്ലിങ്ങളായി എന്നതുകൊണ്ട് ഇല്ല എന്നതാണ് വസ്തുത. എങ്കിൽ പിന്നെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഈ കച്ചവട സംഘത്തെ അന്വേഷിക്കാനുള്ള കാരണം എന്താ? അവരുടെ തിരിച്ചുവരവ്. അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ആളുകൾ കച്ചവടത്തിന് പോയിട്ടുള്ളത് അവരുടെ ചുത്തടക്കാൻ വേണ്ടി, പട്ടിണി മാറ്റാൻ വേണ്ടി സമ്പത്ത് സ്വീകരിക്കാനല്ല, മറിച്ച് മദീനയിലെ നവജാത ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരിൽ കോപ്പ് കൂട്ടാൻ, യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള കോപ്പ് കൂട്ടാൻ വേണ്ടി, അതിനുള്ള സമ്പത്ത് ശേഖരിക്കാൻ വേണ്ടിയാണ് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കച്ചവട സംഘം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആധുനിക രാഷ്ട്രങ്ങളടക്കം ചെയ്യുന്നൊരു സംഗതിയാണ്, തങ്ങളുടെ ശത്രു രാഷ്ട്രം ആയുധം സംഭരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധത്തിന് സഹായകമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിൽ അതിന് തടയിടാനുള്ളത്. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ അബൂ സുഫിയാൻ്റെ യാത്രാസംഘം തിരിച്ചു വരുന്നത് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ഈ സംഗതി പറയുന്നുണ്ട്. അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം തിരിച്ചു വരുന്നുണ്ട്, നമ്മൾ അത് പിടിച്ചടക്കാൻ പോകേണ്ടതുണ്ട്, ഇതുപോലെ പക്ഷേ അള്ളാഹു നമ്മൾക്കത് സൗകര്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ കൊണ്ടുപോകുന്നത്. സംഗതി വശാൽ അബൂ സുഫിയാൻ നല്ല തന്ത്രശാലിയായതുകൊണ്ട് അദ്ദേഹത്തിനറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദും ആളുകളും തങ്ങളുടെ കച്ചവട സംഘത്തെ പിടികൂടും. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുഹമ്മദിൻ്റെയും ആളുകളുടെയും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ല സാന്നിധ്യവും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നത്. ആ ശ്രമം നടത്തിയതിൽ അദ്ദേഹത്തിന് ബോധ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചാരന്മാർ നബിക്ക് വിവരം കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് മനസ്സിലാക്കിയത് പോലും എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ രണ്ടാളുകൾ വന്നതായിട്ട് അദ്ദേഹത്തിന് വഴിയിൽ വെച്ച് വിവരം കിട്ടി. ആ ആളുകളുടെ കുതിരച്ചാണം അദ്ദേഹം പരിശോധിച്ചപ്പോൾ അതിൽ മദീനയിലെ കാരക്കക്കുരു അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ അതിലൂടെ അദ്ദേഹം ഉറപ്പിച്ചു, ഇത് മുഹമ്മദിൻ്റെ ചാരന്മാരാണ്, മുഹമ്മദ് പരിസരത്തോടെ ഉണ്ട്, പിടിച്ചടക്കാൻ വേണ്ടി സൗകര്യത്തിൽ എന്നുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ ബനൂ ഗിഫാർ ഗോത്രത്തിലെ ലംലം എന്ന് പറയുന്ന ഒരാളെ കൂലിക്ക് വിളിച്ച് മക്കയിലേക്ക് പറഞ്ഞേക്കുക. മക്കയിലേക്ക് പറഞ്ഞയച്ചത് എന്തിനാണ്? മുഹമ്മദും ആളുകളും കച്ചവട സംഘത്തെ ആക്രമിക്കാൻ വരുന്നുണ്ട്, അതുകൊണ്ട് കച്ചവട സംഘത്തെ രക്ഷിക്കാൻ വേണ്ടി വരണം. ഈ സന്ദേശമാണ് മക്കക്കാർക്ക് നൽകാൻ വേണ്ടി ലംലമിനെ അദ്ദേഹം ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലംലം മക്കയിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരി ആത്തിക്ക ഒരു സ്വപ്നം കാണുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണത്. ആത്തിക്ക കണ്ട സ്വപ്നം അബൂ ഖുബൈസ്, ജബൽ അബൂ ഖുബൈസ് മലയുടെ മുകളിൽ നിന്ന് ഒരാൾ ഒരു വലിയ കല്ല് താഴോട്ട് ഉരുട്ടുകയും ആ കല്ല് ഖുറൈശികളിൽ, അവിടെ മക്കയിൽ താമസിച്ചിരുന്ന ഖുറൈശികളിലെ ഓരോ വീടുകളിലും ആ കല്ലിൻ്റെ ചീളുകൾ പറന്നെത്തുകയും ചെയ്തു. അപ്പോൾ ഇത് മക്കക്കാർക്ക് വലിയ അപകടം വരാൻ പോകുന്നുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ടാണ്. ആത്തിക്ക കണ്ട സ്വപ്നം അവർ ആരോടോ പറഞ്ഞു, അതവിടെ പാട്ടായി. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ്.
അദ്ദേഹം കാബയുടെ അടുത്ത് കാബ തവാഫ് ഞാൻ വന്നപ്പോൾ അബൂജഹൽ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അപ്പോൾ അബൂജഹൽ അദ്ദേഹത്തോട് പറഞ്ഞു, അബ്ബാസ് അബുൽ ഫളിൽ, താങ്കൾ തവാഫ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്ന് വരണം. അങ്ങനെ അദ്ദേഹം തവാഫ് കഴിഞ്ഞ് പോയപ്പോൾ കഴിഞ്ഞതിന് ശേഷം അബൂജഹലിനെ സന്ദർശിക്കുകയാണ്. അപ്പോൾ അബൂജഹൽ അദ്ദേഹത്തോട് ചോദിച്ചു, ബനു അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ, നിങ്ങളിലെ പുരുഷന്മാർ പ്രവാചകന്മാരാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ സ്ത്രീകൾ പോലും ഈ നബിത്വം വാദിക്കാൻ തുടങ്ങിയതെന്നാണ്. അപ്പോൾ സംഗതി അബ്ബാസിന് ആദ്യക്കായി സ്വപ്നം കണ്ടതും അവരത് മറ്റുള്ളവരോട് പറഞ്ഞതൊന്നും അബ്ബാസിന് അറിയില്ല. അപ്പോൾ അബ്ബാസ് ചോദിച്ചു, എന്താണ് സംഗതി? അപ്പോൾ അബൂജഹൽ പറഞ്ഞു, താങ്കളുടെ സഹോദരി ആത്തിക്ക ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം അത് നിഷേധിച്ചു, അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷേ അബൂജഹൽ വിട്ടുകൊടുക്കാതെ അദ്ദേഹം പറഞ്ഞു, 3 ദിവസം വരെ അവധി തരാം. ഈ 3 ദിവസത്തിൻ്റെ ഇടയിൽ ആത്തിക്ക പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചാൽ നമ്മൾക്ക് അംഗീകരിക്കാം. അതല്ല മറിച്ചാണ് സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അബ്ദുൽ മുത്തലിൻ്റെ മക്കൾ ഏറ്റവും വലിയ കളവ് പറയുന്നവരാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂജഹൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചയക്കുന്നത്. പക്ഷെ അബ്ബാസ് റളിയല്ലാഹു അതിന് പ്രതികരിച്ചില്ല. ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള സ്ത്രീകൾ അറിഞ്ഞപ്പോൾ സ്ത്രീകളെല്ലാം കൂടി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചുറ്റും കൂടുകയും അബൂജഹലിൻ്റെ ആ ദുഷ്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് താങ്കൾക്കത് പിന്നെ മറുപടി പറയാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്ന് അവർ പരാതി പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം അബ്ബാസ് റളിയല്ലാഹു അൻഹു കഅബയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ അദ്ദേഹം പോകുന്നത് കേവലം തവാഫിന് വേണ്ടി മാത്രമല്ല, അബൂജഹൽ എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ കണക്കിന് തീർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പോകുന്നത്. അങ്ങനെ കഅബയുടെ അടുത്ത് എത്തുമ്പോൾ അബൂജഹൽ അവിടെ ഉണ്ട്. അദ്ദേഹം എന്തെങ്കിലും പ്രതികരിക്കുമോ എന്ന് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. പക്ഷേ അബൂജഹൽ അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിക്കുന്നതിന് പകരം അവിടെ സംഭവിച്ചിട്ടുള്ള സംഗതി എന്തായിരുന്നു എന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ലംലം മലയുടെ മുകളിൽ വന്നിട്ട് പറയുന്നത് എന്താണ്? യാ മാശറ ഖുറൈശ് അൽ ലുത്തൈമ അംവാലിക്കും അബി സുഫിയാൻ ഖദ് അറദലഹ മുഹമ്മദ് ഫി അസ്ഹാബിഹി ലാ അറാ അൻ തുദ്രിക്കുഹ അൽ ഗൗസ് എന്ന ഖുറൈശി സമൂഹമേ, നിങ്ങളുടെ ഒട്ടക കച്ചവട സംഘത്തെ ഒട്ടക കാഫിലയെ സംരക്ഷിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങി പുറപ്പെടണം. നിങ്ങളുടെ സമ്പത്ത്, അബൂ സുഫിയാൻ്റെ കൂടെയുള്ള സമ്പത്ത് അത് മുഹമ്മദ് പിടിച്ചെടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കത് കിട്ടും, ലഭിക്കും, തിരിച്ചു പിടിക്കാൻ കഴിയും നിങ്ങൾക്ക് തോന്നുന്നില്ല. ഇതാണ് ലംലം വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് അബൂജഹൽ അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഈ സംഗതി നടന്നപ്പോൾ അബൂജഹൽ പിന്നീട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിക്കുന്നതിന് പകരം അവിടെയുള്ള ആളുകളെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കാം. മാത്രമല്ല അബ്ബാസ് ഈ സംഗതി അറിയുന്നുണ്ട്, അങ്ങനെ ഈ ലംലം വിളിച്ചു പറയുന്നത്. അപ്പോൾ പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മട്ടും മാറി, അബൂജഹലിൻ്റെ മട്ടും മാറി. അവർ തമ്മിൽ സംസാരിക്കുന്നതിന് പകരം അബൂജഹൽ യുദ്ധത്തിന് കോപ്പ് കൂട്ടാനുള്ള ശ്രമത്തിലാണ്, ആളുകളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അബൂജഹലിൻ്റെ ഈ പ്രേരണ നിമിത്തമാണ് മക്കയിലുള്ള ആളുകൾ യുദ്ധത്തിനൊരുങ്ങി പോകുന്നത്. അങ്ങനെ യുദ്ധത്തിന് മുഹമ്മദിനൊരു പാഠം പഠിപ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പോണത്, അദ്ദേഹം സംഘവും പോകുന്നത്. പക്ഷെ അതിലേക്ക് സമർത്ഥനായിട്ടുള്ള അബൂ സുഫിയാൻ തൻ്റെ കച്ചവട സംഘത്തെ കടൽ കരയിലൂടെയുള്ള വഴിയിലൂടെ രക്ഷപ്പെടുത്തി മക്കയിലെത്തിയിട്ടുണ്ട്. അപ്പോഴേക്ക് അബൂജഹലും ആളുകളും മക്കയിൽ നിന്ന് വിട്ടാണ്. ഇതറിഞ്ഞ അബൂ സുഫിയാൻ അബൂജഹലിൻ്റെ അടുത്തേക്ക് ആളുകളെ ദൂതനെ പറഞ്ഞേക്കുന്നുണ്ട്, കച്ചവട സംഘമായിട്ട് ഞാൻ ഇവിടെ മക്കയിലെത്തിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പോകേണ്ടതില്ല, തിരിച്ചു പോരണം. പക്ഷേ ഷാഠ്യബുദ്ധിയോടുകൂടി അബൂജഹലാണ് പറ്റുകയില്ല, മുഹമ്മദിനൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഇനി ബാക്കി പണിയുള്ളൂ എന്നയാൾക്ക് അദ്ദേഹം മുമ്പോട്ട് പോവുകയും അങ്ങനെ അത് ബദറിലെ യുദ്ധത്തിൽ കലാശിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അബൂ സുഫിയാൻ യഥാർത്ഥത്തിൽ യുദ്ധത്തിന് പോയിട്ടുണ്ടോ? പോയിട്ടില്ല എന്നാണ് വസ്തുത. അദ്ദേഹം കച്ചവട സംഘത്തെയുമായിട്ട് മക്കയിലേക്ക് തിരിക്കുകയാണ്. യുദ്ധത്തിന് പോകേണ്ടതില്ല, തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് അബൂജഹലിൻ്റെ അടുത്തേക്ക് അദ്ദേഹം ദൂതന്മാരെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് മുസ്തഫ അബൂ സുഫിയാൻ ദൂതന്മാരെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലാണ് ബദറിൽ യുദ്ധത്തിന് പോയിട്ടുള്ളത് എന്ന് തട്ടിവിടുന്നത്. മറ്റൊരു സംഭവം മുസ്തഫ പറയുന്നത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫതഹിൻ്റെ ഘട്ടത്തിൽ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അബൂ സുഫിയാൻ യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ചിരുന്നുവോ? ഇതാണ് ഇവിടെ മുസ്തഫയുടെ മറ്റൊരു സംശയം, അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. അബൂ സുഫിയാൻ്റെ ഇസ്ലാം സ്വീകരണത്തെ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് സൈന്യത്തെയുമായിട്ട് സഹാബിമാരെ കൂട്ടിയിട്ട് മക്കയിലേക്ക് വരികയാണ്. ഈ മക്കയിലേക്ക് വരുന്നത് തന്നെ അബൂ സുഫിയാൻ്റെ അല്ലെങ്കിൽ ഖുറൈശികളുടെ ഭാഗത്തു നിന്നുള്ള, അതിൽ അബൂ സുഫിയാന് പ്രത്യേക പങ്കുണ്ട എന്ന് ചരിത്രം പറയുന്നില്ല. പക്ഷേ ഖുറൈശികൾ ഹുദൈബിയയിൽ വെച്ച് നടത്തിയിട്ടുള്ള സന്ധി അവർ ലംഘിച്ചു. അപ്പോൾ ഈ സന്ധി ലംഘനം നടന്നപ്പോൾ അബൂ സുഫിയാന് ഭയമായി, ഉൾക്കിടിലമായി. മുഹമ്മദ് ഏതോ നിലക്ക് മക്കയിലേക്ക് വന്നിട്ട് മക്കയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ കരാറ് പുതുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം മദീനയിലേക്ക് പോണത്. അപ്പോൾ കലാപമുണ്ടാവണം അല്ലെങ്കിൽ യുദ്ധം തന്നെ തുടർന്നു പോകണമെന്ന് അബൂ സുഫിയാന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു കരാറ് ലംഘനം സംഭവിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ആകുലപ്പെടുകയോ മദീനയിലേക്ക് അത് പുതുക്കാൻ പോവുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ബനൂ ബക്കർ കുടുംബം ഖുറൈശികളുടെ പക്ഷത്ത് ചേർന്നു ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥ അനുസരിച്ച്. അതുപോലെ തന്നെ ഖുസാഅ കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസ്ലിങ്ങളുടെ പക്ഷത്തും ചേർന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഖുസാഅക്കാർ ബനൂ ബക്കർ കുടുംബത്തിൽപ്പെട്ട ആരെയോ കൊന്നതിൻ്റെ പ്രതികാരം വീട്ടാനുള്ള സന്ദർഭമായി ഈ സമയമാണ് ബനൂ ബക്കർ ഉപയോഗപ്പെടുത്തിയത്. പക്ഷേ ഖുറൈശികൾ ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. അവർ ഈ കരാർ ലംഘനത്തിന് ബനൂ ബക്കർ ഈ കരാർ ലംഘിച്ചപ്പോൾ അതിന് സഹായകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഖുറൈശികൾ അവരെ സഹായിച്ചു. ഈ വിവരം ഖുസാഅ ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലം അൻസുർ ബനി കാബ് ലം ഉൻസർ. ബനൂ കാബ്, അതായത് ഖുസാഅ ഗോത്രക്കാർ ഞാൻ സഹായിക്കണില്ലെങ്കിൽ എനിക്ക് സഹായം കിട്ടൂല എന്നാണ് ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതായത് ഇതിന് പ്രതികാരം ചെയ്യും എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പോട്ട് പോണത്. അബൂ സുഫിയാൻ്റെ ഈ കരാറ് പുതുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. അതിനെ തുടർന്നാണ് മക്ക വിജയം നടക്കുന്നത്. ആ മക്ക വിജയത്തിൽ അബൂ സുഫിയാൻ്റെ റോളെന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബിമാരോടുള്ള സമീപനം, ഇത് ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ മുസ്തഫ, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. പക്ഷേ ഇവിടെ മുസ്തഫ തട്ടിവിടുന്ന സംഗതി എന്താണ്? അബൂ സുഫിയാൻ മക്ക വിജയഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നത് തന്ത്രത്തിൻ്റെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം അപ്പോഴും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കരുക്കളൊരുക്കാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് മുസ്തഫ പച്ചയിൽ പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്? ഒരുപക്ഷെ ഷീഇകൾ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ യഥാർത്ഥ ചരിത്ര വസ്തുത മറിച്ചാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയാണ് അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കാണുന്നത്. അബൂ സുഫിയാനെ കൊണ്ടുവരുന്നത് പോലും അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ബാസുമായും അതുപോലെ അബൂ സുഫിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ആയിട്ട് ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ എന്താണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മുസ്തഫ പറയുന്നത് എത്രമാത്രം ശരിയാണെന്നും ചരിത്ര വസ്തുത എന്താണെന്നുള്ളതും നമ്മൾക്ക് ബോധ്യമാവും. ഇൻഷാ അല്ലാഹ് അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് കേൾക്കാവുന്നതാണ്.